പൂക്കാട്ടുപടിക്ക് അടുത്തായിട്ട് മലയിടംതുരുത്ത് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വില്ല വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലും കൂടിയാണ്. വീതിയുള്ള ഇന്റേണൽ റോഡാണ് വന്നുള്ളത്. ഇതിലേക്ക് വരുന്ന വഴികളെല്ലാം BNBC നിലവാരത്തിലുള്ള റോഡും കൂടിയാണ്. മാത്രമല്ല കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്കും ഒക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിൽ മനോഹരമായിട്ടുള്ള വീടും കൂടിയാണ്. ഇൻറ്റീരിയറെല്ലാം ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 സെൻറ്റ് വരുന്നുണ്ട്. 2500 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അഞ്ച് മീറ്ററാണ് ഇതിൻ്റെ റോഡിൻ്റെ വിഡ്ത്ത് വരുന്നത്. സുഖമായിട്ട് 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ മതിലിൻ്റെ പാറ്റേൺ ആണെങ്കിലും നാച്ചുറൽ സ്റ്റോൺ വർക്കും 4-way ലൈറ്റും സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും വന്നിട്ടുണ്ട്. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അകത്തേക്ക് വരികയാണ്. ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഫ്രണ്ടിൽ വന്നുള്ളത്. വിശാലമായുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പം ഈസി ആയിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ചെറിയ വാഹനമാണെങ്കിൽ 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലും നമുക്ക് സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. നോർത്ത് ഈസ്റ്റിലാണ് ഇതിൻ്റെ വെല്ല് വന്നിട്ടുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അതിൻ്റെ കിണർ വരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. അവിടെയും നടക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. പോർച്ചിനകത്ത് പവർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈസ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഫൗണ്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടനെ നമുക്ക് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാം. കാരണം ഇതിനകത്ത് വെള്ളം വരുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിനകത്ത് കിടക്കുന്ന പ്ലാന്റ്സുകളൊക്കെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ താമര വിത്ത്, ആമ്പൽ വിത്ത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സൗത്ത് സൈഡിലേക്കാണെങ്കിൽ നടക്കാനുള്ള സ്പേസും ടൈലുമാണ് കൊടുത്തുള്ളത്. ചിനാഡോൾ എന്ന് പറഞ്ഞാൽ 2 ചെടികളാണ് ഫ്രണ്ടിൽ കൊടുത്തുള്ളത്. ഇതിന് കൂടെ തന്നെ നമുക്ക് വീണ്ടും ചെടികൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ സിറ്റ് ഔട്ടിൽ 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഗ്രാനൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ബീഡിങ്ങിൽ പ്രൊഫൈൽ LED ലൈറ്റുകളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. വീടിൻ്റെ ഡോറ് വന്നിരിക്കുന്നതും വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നതും കിഴക്കോട്ട് തന്നെയാണ്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് നല്ല ടീ കൂട്ടിൽ ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ്. 2 പീസ് ഡോറ് തന്നെയാണ്. ലിവിങ് സ്പേസിലെത്തി. ലിവിങ് സ്പേസ് ഒരു ഡബിൾ ഹൈറ്റും കൂടിയാണ്. കോർണറിൽ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിൽ മേലെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പെർഗോള വരുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് ഈസി ആയിട്ട് അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ ഈസ്റ്റ് സൈഡിലെ വിൻഡോസിന് ഒരു ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇനി TV യൂണിറ്റിലേക്ക് വരാം. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതൊരു സെപ്പറേഷനും കൂടിയാണ്. കയറി വരുന്ന എൻട്രൻസിൽ ഒന്ന് സെപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നേരെ ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോവുകയാണ്. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഭാഗത്ത് മാറി ഒതുങ്ങിയിട്ടാണ് വാഷ് കൗണ്ടർ വന്നുള്ളത്. അതിന് 2 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് പ്ലാന്റ്സ് വയ്ക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ മേലെയായിട്ട് വാഷ് ബേസിനും പില്ലർ കോക്കും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള മിററാണ് വന്നുള്ളത്. മിററിൻ്റെ മേലെ ഭംഗിയുള്ള ലൈറ്റ് വന്നിട്ടുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗവും ഡബിൾ ഹൈറ്റഡ് ആണ്. അപ്പോൾ ഭംഗിയായിട്ട് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. കയറി വരുന്ന ഭാഗത്ത് ഒരു സെപ്പറേഷനോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. അതിവിശാലമായുള്ള ഡൈനിങ് ഏരിയയാണ്. 6 ചെയറോ 8 ചെയറോ ഇനി അതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മേലെ ഭംഗിയായിട്ട് ഫൈബർ ലാമിനേഷൻ വർക്കും പ്രൊഫൈൽ ബീഡിങ്ങും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ഒരു ടെക്സ്റ്റാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു കോർട്ട്യാർഡും കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു ടൈല് വിരിച്ചിരിക്കുകയാണ്. താഴത്തെ തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് വുഡിൻ്റെ ഒരു ടെക്സ്റ്റുള്ള ടൈലാണ് വന്നുള്ളത്. മേലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് പ്ലാന്റ്സുകൾ ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പം ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ നല്ല ഭംഗിയാവുകയും ചെയ്യും.
ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. വിശാലമായുള്ളൊരു കിച്ചൺ കൂടിയാണ്. മാത്രമല്ല ഇതിനെ ഒരു കൗണ്ടറോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ കോക്കറി ഷെൽഫുകളൊക്കെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് ലൈറ്റിനോട് കൂടെ തന്നെ ഇവിടെ ഒരു പ്ലാന്റർ ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഹാങ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്ലാന്റ്സുകൾ കൊടുക്കാവുന്നതാണ്. അതും ഇൻഡോർ പ്ലാന്റ്സുകൾ ഒറിജിനൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിൻ്റെ സ്ഥാനം വന്നുള്ളത്. അപ്പം സ്റ്റോറേജ് സ്പേസ് ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഇതിൻ്റെ കിച്ചൺ വന്നുള്ളത്. എൽ ഷേപ്പിൽ നാനോ വൈറ്റ് ടൈലാണ് വന്നുള്ളത്. നോർത്ത് വെസ്റ്റ് സൈഡിലാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഇതാണ് നോർത്ത് സൈഡ്. നോർത്ത് സൈഡിലേക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൈ എത്തുന്ന ദൂരത്തെല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. അക്വറിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 സെക്ഷനായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ക്വാളിറ്റിയുള്ള സിങ്ക് വരുന്നുണ്ട്. ടാപ്പ് വന്നിരിക്കുന്നതും സെറയുടെ തന്നെയാണ്. ഇനി നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് വരികയാണ്. വർക്ക് ഏരിയ ഫുള്ളായിട്ട് ACP ഷീറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിന് എയർ പാസേജിന് വേണ്ടിയിട്ട് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അത് അലുമിനിയത്തിൻ്റെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയും 2 പീസ് സിങ്ക് തന്നെയാണ് വന്നുള്ളത്. വശങ്ങളെല്ലാം ഭംഗിയായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്ലാബ് വിരിച്ചിരിക്കുകയാണ്. ഗ്രാനൈറ്റ് തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് പവർ സോക്കറ്റ് വന്നിട്ടുണ്ട്. ഓവനോ മിക്സിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വർക്ക് ഏരിയ വന്നിരിക്കുന്നതും നോർത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിൽ ഡോറും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നതാണ് സൗത്ത് വെസ്റ്റ് കോർണർ. അത് വൃത്തിയായി കിടക്കേണ്ട സ്ഥലവും കൂടിയാണ്. അപ്പോൾ നീറ്റായിട്ട് അത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാണ്. സൗത്ത് വെസ്റ്റ് സൈഡിലാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പോൾ ഹെഡ് പൊസിഷൻ വരുന്നത് സൗത്തിലേക്ക് വയ്ക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. AC കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടഡ് ടൈപ്പ് AC ആണ്. അത് ബ്ലൂ സ്റ്റാൻഡേ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും പ്രൊഫൈൽ ബെയറിംഗ് ആയിട്ട് ഒരു വുഡിൻ്റെ ടെക്സ്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. BLDC ഫാൻ വരുന്നുണ്ട്. ഫുൾ ലെങ്ത് മിറർ വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ലൈറ്റും കൂടി വരാനുണ്ട്. ഏകദേശം ഇതിൻ്റെ സൈസ് വരുന്നത് 12.5 അടി നീളവും 11 അടി വീതിയുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. കയറി വരുമ്പോൾ തന്നെ പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് വന്നുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് ജാഗ്വർ എന്ന് പറഞ്ഞ കമ്പനിയുടെയും ഗബ്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇതിൻ്റെ ഫ്ലഷ് ടാങ്ക് വന്നുള്ളത്. പിന്നെ ഡൈവേർട്ടർ വന്നിരിക്കുന്നത് സിറയാണ്. ബാക്കി ഫിറ്റിങ്സ് എല്ലാം സിറ വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് വെത്തി ഗ്ലോസിയുമാണ്. എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമിലാണുള്ളത്. അപ്പം പോകുന്ന എൻട്രൻസിന് മേലേക്ക് ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 14 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിൽ വുഡിൻ്റെ ഒരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് വന്നിട്ടുണ്ട്. വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ടൈലും വന്നിട്ടുണ്ട്. മാറ്റ് ടൈലാണ്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. കയറി വരുമ്പോൾ തന്നെ സൗത്ത് സൈഡിലെ ഭിത്തിയാണ് ഈ കാണുന്നത്. പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് വന്നിട്ടുണ്ട്. നമുക്ക് മേലേക്ക് കയറാം. അതിവിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ വാഷ് കൗണ്ടറിൻ്റെ മേലെ വരുന്ന ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. ഈ ഭാഗത്ത് മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല BLDC ഫാൻ വരുന്നുണ്ട്. ഇനി TV സ്പേസിലേക്ക് വരാം. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാം. ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതും കൂടിയാണ്. നേരെ നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാം. ശരിക്കും അതൊരു സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫുള്ളി കവേർഡാണ്. ഇവിടെ നമുക്ക് അയൺ ടേബിൾ ഇടാവുന്നതാണ്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പോയിന്റ്, പവർ പോയിന്റ്, വേസ്റ്റ് ലൈൻ. ഇനി ഇവിടെയും ഫാൻ വരുന്നുണ്ട്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫാൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഭാഗമാണ്. സ്റ്റെയർ വന്നിരിക്കുന്നതും കോൺക്രീറ്റ് തന്നെയാണ്. ഹാൻഡ് റീൽ വരുന്നുണ്ട്. മേലെ ഷീറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയും കൂടിയാണ്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് വരികയാണ്. വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇതിനൊരു ബാൽക്കണിയും കൂടി വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക്, ഫാന്, AC, കബോർഡ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അടച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് വിൻഡോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നേരെ നമ്മൾ ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇത് ഈസ്റ്റ് സൈഡിലാണ് വന്നുള്ളത്. ഇതിന് 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, ഭംഗിയുള്ള കബോർഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം.
വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, അതുപോലെ മേലെ ഫാൾ സീലിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഹീറ്റർ വയ്ക്കാം, എക്സോസ്റ്റ് വന്നിട്ടുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ഡയവേറ്ററാണ് ഇവിടെ വന്നുള്ളത്. ഇനി ഇതിൻ്റെ വാഷ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണിയിലേക്ക് പോകുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് നമുക്ക് ഡബിൾ ഹൈറ്റിലേക്കുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് കാണാം, പെർഗോള കാണാം, ഫാൾ സീലിംഗിൽ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനും കാണാം. ഇനി ഇതിനെ 2 ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെയും നമുക്കൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇങ്ങനെ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഫ്രണ്ടിലേക്കും ഉണ്ട്. ഇവിടെ നമുക്ക് ചെടികളൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി പ്രധാന ബാൽക്കണിയിലേക്ക് പോകാം. നമുക്ക് ഇങ്ങനെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി കൂടിയുണ്ട്. മേലെയും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുകളും ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീൽ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസ്സുമാണ് വന്നുള്ളത്. ഒരു ഊഞ്ഞാലൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഫ്രണ്ടിലുണ്ട്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റ് സ്ഥലത്തിൽ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇൻറ്റീരിയർ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂം താഴെ കൊടുത്തിട്ടുണ്ട്, മേലെയും 2 ബെഡ്റൂം വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഏരിയയും കിട്ടിയിട്ടുണ്ട്. 2-3 വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് വീട് വന്നിട്ടുള്ളത്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വന്നത് 1,10,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.